ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ന്യൂ ഇയറൊക്കെ ആയിട്ട് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ചോക്കോ വെൽവെറ്റ് കേക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേഗം റെസിപ്പി നോക്കാം. ഇപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 50 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തത്. അതിൽ ചൂടുള്ള 1 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സി എടുത്തിട്ട് നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ അതിൽ കുറച്ച് ആയിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കൊക്കോ പൗഡറും. ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി മുട്ടയൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുക. ഇപ്പം ഞാനൊരു ബൗളിലോട്ട് 4 മുട്ടയാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ ചെറിയ മുട്ട കൊണ്ടാണ് ഞാൻ 4 മുട്ട എടുത്തത്, അല്ലെങ്കിൽ 3 മുട്ട മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക. ഇനി മെൽറ്റാക്കി വെച്ച ബട്ടറും പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ലോ സ്പീഡിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ പൊടിച്ച് വെച്ച ഷുഗറും കൂടി ചേർത്തിട്ട് അതേപോലെ തന്നെ ലോ സ്പീഡിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എഗ് ബാറ്ററൊക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദയും കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ മൈദ നമ്മൾ ചേർക്കുമ്പോൾ ഒന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കരുത്. അടിയിൽ പോയിട്ട് ചിലപ്പോൾ അത് മിക്സ് ആകാണ്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു 2-3 പ്രാവശ്യമായിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ 3 പ്രാവശ്യമായിട്ട് മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഹാഫ് പോർഷൻ മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു ബാറ്റർ വെച്ചിട്ട് 2 കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു 1/4 ഭാഗത്തിലും കുറച്ച് കൂടുതലായിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാവരുടെ എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂണോളം വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ബാറ്ററിലോട്ട് ഇങ്ങനെ വിനീഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തത്. അതിൽ നന്നായിട്ട് തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് നേരത്തെ തന്നെ വെക്കണം. ഇപ്പോൾ ഞാൻ അടിഭാഗം മാത്രമാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത്. സ്കെയർ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രം. അതിൽ നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതൊരു 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം. 15 മുതൽ 20 മിനിറ്റ് വരെ ആകുമ്പോഴത്തേക്ക് കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടാകും. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് തണുത്ത ശേഷമാണ് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേക്ക്. ഇപ്പം നമ്മൾ 2 ബാറ്റർ ആക്കിയിട്ടാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കേക്കായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്ത ബാറ്ററിലോട്ടും ഇതേപോലെ തന്നെ 1/4 ടീസ്പൂൺ വിനീഗറും പിന്നെ ജെൽ കളറും റെഡ് ജെൽ കളറാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ 2 കളറിലാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് കേക്കും പിന്നെ ഒരു റെഡ് കളറിലെ കേക്കുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 കേക്കായതുകൊണ്ട് തന്നെ അധികം വലുതായിട്ടൊന്നും പൊങ്ങി വരില്ല. അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം അതേപോലെ തന്നെ ചൂടാൻ വേണ്ടി വെക്കണം. ഇനി ഇതും ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, 2ാമത്തെ കേക്കും. ഇനി അതും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. 50 ഗ്രാം ചോക്ലേറ്റും പിന്നെ 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കിയിട്ടെടുക്കുക. അതിപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കാം.
ഇനിയിപ്പോൾ അതിലോട്ട് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റാക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ ഞാൻ ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതും ചേർത്ത് നന്നായിട്ട് തന്നെ ക്രീം ബീറ്റാക്കിയിട്ടെടുക്കുക. അപ്പോൾ ക്രീമെല്ലാം നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോർഡിലോട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കേക്ക് വെച്ച് കൊടുക്കുക. ചോക്ലേറ്റ് കേക്ക് 2 ലെയറായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ വെറ്റാക്കി കൊടുക്കാം. ഇനി ക്രീം തേച്ച് കൊടുക്കാം. അടുത്ത ലെയറും വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ചോക്ലേറ്റ് കേക്ക് 2 ലെയറായിട്ട് കട്ടാക്കി എടുത്തതാണ്. റെഡ് കളർ കേക്ക് 1 ലെയറും കൂടിയാണ് എടുത്തത്. അപ്പോൾ ഒരു കേക്ക് മാത്രമാണ് 2 ലെയറായിട്ട് കട്ടാക്കി എടുത്തത്. ഇനി എല്ലാം തന്നെ ക്രീം തേച്ച് നന്നായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആകാനായിട്ട് വെക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഒഴിക്കാൻ വേണ്ടി ഗനാഷ് റെഡിയാക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമിൽ 2 ടീസ്പൂൺ ഷുഗറും പിന്നെ 150 ഗ്രാമോളം ഡാർക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ആകാനായിട്ട് വെക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ. ഇതിലോട്ട് നമുക്കിപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായ ശേഷം 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ കേക്ക് എടുത്തത്. ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ചെറിയൊരു പ്ലേറ്റ് പോലത്തെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടി ഗനാഷ് വേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെ എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം റെഡ് കേക്കിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് ഭാഗം പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് ഗോൾഡ് ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടാക്കിയിട്ടെടുക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല സ്പോഞ്ച്, എന്താ പറയുക, കത്തിയൊക്കെ ഇങ്ങനെ ഓർന്നിറങ്ങി പോകുന്നുണ്ട് മുറിക്കുമ്പം തന്നെ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ആ ഒരു ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ഒരു ഈസി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.